കോളേജിലേക്ക് പ്രവേശിക്കുമ്പോൾ അനന്തിക എന്ന അനുവിന് വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ നിൽക്കുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് അവൾ കോളേജിൽ ചേർന്ന്. ആദ്യ ദിവസം കോളേജിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അവളെ വരവേറ്റത് ചുവന്ന പതാകകളാണ്. എന്തോ അവൾക്കിന്നും ചുവപ്പിനോട് പ്രണയമാണ്. ആരൊക്കെയോ ചേർന്ന് ചുവപ്പിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അവളെയും ചേർത്തു. അങ്ങനെ അവൾ SFIയിൽ മെമ്പർഷിപ്പ് എടുത്തു. ഒരു കണക്കിന് പറഞ്ഞാൽ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു അത്. അമ്മയും അച്ഛനും വീട്ടിൽ നിന്നും പാർട്ടി പ്രവർത്തനങ്ങൾക്ക് പോകുന്ന വിലക്കിയിരുന്നു. എന്നാൽ സ്വന്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും അവളിൽ തിളച്ച് നിൽക്കുകയായിരുന്നു. അവയൊന്ന് പുറത്തേക്ക് ഒഴുക്കാനും കോരിത്തരിപ്പിക്കും വിധം മുദ്രാവാക്യം വിളിക്കാനും അവൾക്ക് എന്തെന്നില്ലാത്ത ആഗ്രഹമായിരുന്നു. ഇനി അവൾക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കോളേജിലേക്ക് കയറിയപ്പോൾ തന്നെ അപ്പു എന്നു പേരുള്ള അമർ അവിടെ കൂടെ കൂടി. രണ്ടുപേരും ഒരേ ക്ലാസ്സിലായതുകൊണ്ട് അത് അന്വേഷിച്ച് നടക്കാൻ അവൾക്ക് പിന്നെ മടുപ്പ് തോന്നിയില്ല. അപ്പു ഏകദേശം അനുവിൻ്റെ അതേ സ്വഭാവമുള്ളവനായിരുന്നു. അടിച്ചു പൊളിക്കുക അത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യമെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അനുവിന് മനസ്സിലായി. പിന്നെ അവനെ വിടാതെ കൂടെ കൂട്ടി. ക്ലാസ്സിലെത്തുന്നതിന് മുന്നേ തന്നെ അപ്പു അവൾക്ക് ചങ്കും ചങ്കിടിപ്പും എല്ലാമായെന്ന് പറയാം. ഡേ നമുക്ക് കോളേജിൽ നിന്ന് ചുറ്റിക്കണ്ടല്ലോ, ബാഗ് ക്ലാസ്സിൽ വെച്ച് അപ്പു ചോദിച്ചു. പിന്നെ അല്ല, നീ വാ. അവൾ അവനെ തോളിൽ കൈയിട്ടുകൊണ്ട് വരാന്തയിലേക്ക് നടന്നു. എടാ, നമ്മുടെ ക്ലാസ്സിൽ നോക്കി ആ വാഗ കാണാല്ലേ, അത് പൊളിച്ചു. വരാന്തയിലൂടെ നടക്കുന്നതിനിടയിൽ അനു പറഞ്ഞു. അവനൊന്ന് മൂളി. ഡേ പണി വരുന്നുണ്ട്, മര്യാദക്ക് ക്ലാസ്സിൽ ഇരുന്നാൽ മതിയായിരുന്നു. അപ്പു പറയുന്ന കേട്ട് അനു അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവൻ്റെ കണ്ണിന് പുറകെ അവളുടെ കണ്ണും പോയി. പണി വരുന്നുണ്ട് അവറാച്ചാ, അവൾ അവൻ്റെ കയ്യിൽ തിരുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്ക് അവിടുന്ന് വിളി വന്നിരുന്നു. സീനിയേഴ്സ്. അനു അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതുവരെ വളവളായിന്ന് സംസാരിച്ചവൻ്റെ നാക്കിൻ്റെ അഡ്രസ്സ് പോലും ഇല്ല. അവൾ അവൻ്റെ കൈ പിടിച്ച് വലിച്ച് അവരുടെ അടുത്തേക്ക് പോയി. എന്താ മോളൂസെ കറങ്ങിയെടുക്കുന്നത്? ഒരുത്തൻ ചോദിച്ചു. അത് പിന്നെ ചേട്ടാ, ചുമ്മാ കോളേജിൽ നിന്ന് കാണാൻ. അനു ഒന്ന് വിളിച്ചു. ഓഹോ, എന്നാ വാ, ചേട്ടൻ കാണിച്ചു തരാം. അവനവളുടെ കയ്യിൽ പിടിച്ചു. ദേ ചേട്ടാ, ഞാൻ കൂടെ വരാം, പക്ഷെ എൻ്റെ കൈ പിടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവൾ ചുണ്ടുകൂട്ടി പറഞ്ഞു. അവനവളെ ചുണ്ടു പുലർത്തി നോക്കി. ഡാ അപ്പച്ച, നീ ചെല്ല്, ഞാൻ ദേ ഈ ചേട്ടൻ്റെ കൂടെ കോളേജ് കണ്ടിട്ട് വരാം. അവൾ അവൻ്റെ കൈ പിടിച്ചു. അപ്പു കിട്ടിയ തക്കത്തിന് അവിടുന്ന് എസ്കേപ്പായി. ബൈ ചേട്ടൻ്റെ പേരെന്താ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പേര് പാച്ചു, അല്ല പാച്ചൻ. പ്രണവ്. നീ എന്തായാലും ഷോ ഇറക്കാണോ? അവനവളെ രൂക്ഷമായി നോക്കി. ചേട്ടനെ പറഞ്ഞ് കോളേജ് കാണിക്കാന്ന് അവൾ ചുമലുകൂച്ചെന്ന് വിളിച്ചു. ദാ വിഷ്ണു, ആളിത്തിരി കൂടിയനാണല്ലോ. അവൻ പറയുന്ന കേട്ട് അവിടെയുള്ള കൂട്ടത്തിലേക്ക് അവൾ നോക്കി. ഒരുത്തൻ പന്ത് കയ്യിൽ പിടിച്ച് കറക്കുന്നുണ്ട്. അവൻ്റെ മുഖം അവൾ കണ്ടില്ല. ആരേട്ട വിഷ്ണു? അനു ചോദിച്ചു. അവൻ പന്ത് കയ്യിൽ പിടിച്ച് കറക്കുന്നവനെ ചൂണ്ടിക്കാണിച്ചു. വിഷ്ണു അവൾക്ക് നേരെ തിരിഞ്ഞു. ഏത്, ആ കിളിയോ? അനു അവൻ്റെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു. കിളിയോ? അവനോ? പാച്ചവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ തലയാട്ടി ഒന്ന് വിളിച്ചു. എന്താടാ? വിഷ്ണു പാച്ചുവിനെ നോക്കി കണ്ണുരുട്ടി. അനു വിഷ്ണുവിനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. മോളെന്തായാലും ഇപ്പൊ ചെല്ല്, അവന് ഇച്ചിരി കലിപ്പില്ല, ഞാൻ വാങ്ങിച്ചു വരാം. ചെല്ല്. പാച്ചു അനുവിനെ തള്ളി പറഞ്ഞയച്ചു. അനു അതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ വിഷ്ണുവിന്റെ മുഖത്തായിരുന്നു. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കോലൻ മുടി, പൂച്ച കണ്ണുകൾ. അവന്റെ ചിരിക്ക് ഒരു തരം മാന്ത്രികതയുണ്ടെന്ന് അവൾക്ക് തോന്നി. ചുരുക്കി പറഞ്ഞാൽ ഓം ശാന്തി ഓശാനിൽ നസ്രിയെ പറഞ്ഞ ആ ഒരു സുഖം, അത് അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന സുഖത്തിലാണ് അനു. വിഷ്ണുവും കൂട്ടർ അവളെ കടന്നുപോയിട്ടും അവൾ ആ നിൽപ്പ് തുടർന്നു. ഡി അനുവേ, നീ എവിടെയാടി? അപ്പോൾ അവളുടെ തലക്കിട്ട് കുട്ടി. എവിടെ? അവൾ ചുറ്റും നോക്കി. എന്ത്? അപ്പുവിന് കാര്യം മനസ്സിലായില്ല. അല്ല, കിളി എവിടെ? അവൾ നഖം കടിച്ചോണ്ട് ചോദിച്ചു. കിളിയല്ല, കോഴി. ഇങ്ങ് വാടി മരപ്പെട്ടി. അപ്പോൾ അവളുടെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. ക്ലാസ്സിൽ പുതിയ ടീച്ചേഴ്സ് വന്നു, പരിചയപ്പെടുത്തി. പക്ഷെ അനു മറ്റേതോ ലോകത്തായിരുന്നു. ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരിയും ഒളിപ്പിച്ചുകൊണ്ട്. ടീച്ചേഴ്സിന്റെ പേര് പോയി. അവരെ കണ്ടാൽ പോലും ഇനി അവൾക്ക് ഓർമ്മയുണ്ടാവില്ല. അവൾ ബെഞ്ചിൽ തലവെച്ച് ദൂരെ പൂത്തു നിൽക്കുന്ന ചുവന്ന വാഗയിലേക്ക് നോക്കി പുഞ്ചിരിച്ച് കിടന്നു. ഡിയാനു, നീ വരുന്നുണ്ടോ? സീനിയേഴ്സിന്റെ മാച്ച് നടക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ. അപ്പോൾ അവളെ തോണ്ടി വിളിച്ചു. ഞാനില്ല അപ്പച്ച, നീ പോയി വാ. അവൾ ചിണുങ്ങിക്കൊണ്ട് അവിടെ തന്നെ കിടന്നു. നീയില്ലേ ഒരു സുഖലടി, വാ. അപ്പോൾ നിർബന്ധിച്ചു. അനുവിന്റെ പുറകെ പോയി. ഗ്രൗണ്ടിൽ എത്തേണ്ട താമസം. അനുവിന്റെ കണ്ണുകൾക്ക് 1000 പൂർണ്ണചന്ദ്രന്മാരുടെ തിളക്കമുണ്ടായി. ടാ കിളി. അവൾ ഗ്രൗണ്ടിലേക്ക് കഴിച്ചുകൊണ്ടി. അപ്പു നോക്കിയത് ആകാശത്തിലേക്കാണ്. അവിടെ കിളി പോയിട്ടൊരു പാറ്റ പോലും ഇല്ല. അപ്പു വലിയ കാര്യത്തിൽ പറഞ്ഞു. അങ്ങോട്ടല്ല അപ്പച്ച, ആ ഗ്രൗണ്ടിലേക്ക് നോക്ക്, ആ മഞ്ഞ ജേഴ്സി ഇട്ടവൻ. അവൾ ചെറുപുൻചിരിയോടെ ഗ്രൗണ്ടിലേക്ക് കഴിച്ചുകൊണ്ടി. അവനെ എന്ത് കണ്ടിട്ടടി നീ കിളിയെന്ന് പറഞ്ഞ്? എന്നാ ഗ്ലാമറാ. അപ്പു വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ, എനിക്കറിയില്ല. അപ്പുവിന്റെ തോളിൽ തലവെച്ചാൻ ഒരു ചിരിയോടെ അവനെ നോക്കിയിരുന്നു. പന്തിന്റെ പിന്നാലെ ഓടുമ്പോൾ പോലും അവൻ എന്തൊരു വശ്യതയാണ്.
അവനെ ചുംബിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ പോലും അനു നോക്കിയിരുന്നു. വല്ലാത്തൊരവസ്ഥ. വിഷ്ണു, വിഷ്ണു! ചുറ്റും അവന്റെ പേര് മുഴങ്ങി കേട്ടു. അനു ഒരു ഞെട്ടലോടെ ചുറ്റും നോക്കി. വിഷ്ണുവിന്റെ കാലിലേക്ക് പന്ത് വന്നതും പോസ്റ്റിന്റെ കാവൽക്കാരനെ വെട്ടിച്ച് അവൻ പന്തിനെ വലയിലേക്ക് അടിച്ചു. എല്ലാവരും അവനെ പൊക്കിയെടുക്കുന്നു. ഗ്രൗണ്ടിലൂടെ ഓടുന്നു നോക്കി അവൾ അങ്ങനെ ഇരുന്നു. പോ. കളി കഴിഞ്ഞപ്പോൾ അപ്പു പറഞ്ഞു. അവൾ ചുണ്ടുകൊട്ടി. അപ്പു അവളെയും വലിച്ചുകൊണ്ടുപോയി. പിറ്റേ ദിവസം കോളേജിലേക്ക് കയറുമ്പോൾ തന്നെ അനുവിന്റെ കണ്ണുടക്കിയത് വിഷ്ണുവിലാണ്. അവളുടെ ചുണ്ടിലൊരു കുഞ്ഞു മന്ദാസമുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ കവിളുകൾക്ക് എന്തെന്നില്ലാത്ത തിളക്കം. ഹായ് പാച്ചു. അവൾ പാച്ചുവിനെ കണ്ടപ്പോൾ കണ്ണിറുക്കി കൈവീശി. പക്ഷേ നോട്ടം പോയത് വിഷ്ണുവിലേക്കാണ്. പാച്ചു അവളെ നോക്കി നില്ലിച്ചു. പിന്നെ കണ്ണുരുട്ടി. ഇങ്ങ് വാ. പാച്ചു അവളെ കൈമാടി വിളിച്ചു. അവൾ അവൻ്റെ അടുത്തേക്ക് ഓടി. നിന്റെ കൂടെ ഒരുത്തനുണ്ടല്ലോ, അവനോടെ? പാച്ചു ചോദിച്ചു. അവൾ വിഷ്ണുവിനെ നോക്കി ചുമല് കുവിച്ച്. എടി പെണ്ണ, ഇങ്ങോട്ട് നോക്കടി. പാച്ചു അവളെ തലക്കിട്ടൊന്ന് കൊടുത്തു. ദയണ്ട് വിഷ്ണു, ഇവിടെ നിനക്കൊരു പേരിട്ടിട്ടുണ്ട്, കിളി. പാച്ചു ആക്കിക്കൊണ്ട് പറഞ്ഞു. വിഷ്ണു അവൻ പറഞ്ഞ് കേൾക്കാനോ അവളെ നോക്കാനോ പോയില്ല. അനുവിന്റെ ചുണ്ടുകൾ കൂർത്തു. പരിഭവം കൊണ്ട് കവിളുകൾ തുടുത്തു. വിഷ്ണുവേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. ഏതോ ഒരു പെണ്ണ് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോകുന്ന വിഷ്ണുവിനെ നോക്കി അവൾ ചുണ്ടുകൂട്ടി. അവൾ പാച്ചുവിനെ രൂക്ഷമായി നോക്കി വിഷ്ണുവിന്റെ പിറകെ പോയി. ഡോ കിളി. അവൻ ആ പെൺകുട്ടിയോട് സംസാരിച്ച് നിൽക്കുകയാണ്. കുറുമ്പോടെയുള്ള ശബ്ദം അവൻ കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. ഡോ, തന്നെയാ വിളിച്ചേ? അവൾ അവനെ പിടിച്ച് തിരിച്ചു. അവൻ അവളെ ദേഷ്യപ്പെട്ട് നോക്കി. എനിക്കൊരു പേരുണ്ട്, വിഷ്ണുനാഥ്. നീ വിളിക്കുന്ന കേട്ട നിന്റെ മടി കിടത്ത് എനിക്ക് പേരിട്ട പോലെ ഉണ്ടല്ലോ. അനുവിനത് കേട്ട് വല്ലാത്ത സങ്കടം വന്നു. അവളുടെ കണ്ണൊക്കെ ചുവന്നു. അവനെ ചുണ്ടുവിളർത്തി നോക്കി. അനുപെണ്ണ് വാ. അപ്പു എഴുന്നോ പ്രത്യക്ഷപ്പെട്ട് അവളുടെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. അനു അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞ് വിഷ്ണുവിന്റെ അടുത്തേക്ക് പോയി. അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് കണ്ണിലേക്ക് ഉറ്റു നോക്കി. ദേ, എന്റെ മുന്നിൽ നിന്ന് വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോയാ ഇനി ഇതാവില്ല അവസ്ഥ. കെറിവിച്ചുകൊണ്ട് പറഞ്ഞവൾ തിരിഞ്ഞു നടന്നു. കണ്ടു നിന്ന അപ്പുവിനോ പാച്ചുവിനോ എന്തിന് വിഷ്ണുവിന് പോലും അവൾക്ക് വട്ടാണം തോന്നി. നീ എന്തൊക്കെയാ അവനോട് പറഞ്ഞ്? കുറച്ചു നേരം കൂടി അവിടെ നിന്നാ നിന്നെ ഞാൻ ചുമരിന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ. അപ്പു അവളെ വലിച്ചുകൊണ്ടുപോകുമ്പോൾ പറഞ്ഞു. അവൾ അപ്പോഴും മുഖം കനപ്പിച്ചിരിക്കുന്നു. ലൈബ്രറിയിലേക്ക് പോകും വഴിയാണ് വിഷ്ണുവും പാച്ചുവും ലൈബ്രറിയുടെ അപ്പുറത്തുള്ള ഒരു വരാന്തയിൽ നിൽക്കുന്നത് കണ്ടത്. അതിന് അവനെ കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് ഓടി. വിഷ്ണു തലച്ചൊറിഞ്ഞ് മറ്റെങ്ങോ നോക്കി നിന്നു. ഡോ, ഞാൻ വിളിച്ചു കേട്ടില്ലേ? അവൾ അവനോട് മുഖം കറുപ്പിച്ച് ചോദിച്ചു. അവൻ അവളെ നോക്കാതെ വേറെങ്ങോ നോക്കി. അവൾ പാച്ചുവിനെ രൂക്ഷമായി നോക്കി. ഡീ വേണേ, നിനക്ക് പോയി പോയി തീരെ പേടിയില്ലാതായല്ലോ. അവസാനം നീ അവൻ്റെ ഒന്ന് വാങ്ങിക്കുവേ. പാച്ചു പറയുന്നിട്ട് അവളൊന്ന് മുഖം കൂട്ടി. എന്റെ കിളി എന്നെ ഒന്നും ചെയ്യില്ല. മതിലി ചാരി ഗ്രൗണ്ടിലേക്ക് നോക്കി നിൽക്കുന്ന വിഷ്ണുവിന്റെ അടുത്തുനിന്ന് അവൾ കുറുമ്പോടെ പറഞ്ഞു. വിഷ്ണു അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. എന്റെ പൊന്നു പെങ്ങളെ, നിന്നെ റാഗിയം വിളിച്ച് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നീ പറ, നിനക്ക് എന്താ വേണ്ടേ? ചേട്ടൻ വാങ്ങിച്ചു തരാം. അടുത്ത തള്ളി വിഷ്ണു അവന് കൊടുക്കുമെന്ന് മനസ്സിലായതോടെ പാച്ച അവളോട് ദയനീയാവസ്ഥയിൽ പറഞ്ഞു. എന്നാത്തേ, ആ കിളിയുടെ സംസാരശേഷി ഒന്ന് വാങ്ങിത്തരുമോ? പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു 20 ഏക്കർ സ്ഥലം വേണം കിളിയുടെ ഹൃദയത്തിൽ. പറ്റുമോ? അവൾ കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. ഇതൊരു നടക്ക് പോവില്ലെന്ന് പാച്ചുവിന് മനസ്സിലായതുകൊണ്ട് അവൻ അവിടെ നിന്ന് വേഗം എസ്കേപ്പായി. നിനക്കെന്തിനാടി വീട് വെച്ച് താമസിക്കാനോ? പോകുമ്പോൾ പാച്ചു പിറുവിറുക്കുന്ന അവൾ കേട്ടു. അവൾ വിഷ്ണുവിന് ഇടം കണ്ണിട്ട് നോക്കി. അവൻ ദൂരെ ആരെയോ നോക്കുകയാണ്. അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടു വാഗപ്പൂക്കളെ. ഡോ കിളി, ആ വാഗ പോലെ ഞാനും പൂക്കളും ദേ ഇവിടെ. പിന്നെ ഒരിക്കലും അത് പറിച്ചളയാൻ പറ്റില്ല, നോയിക്കോ. ഉങ്കോടെ പറഞ്ഞവൾ തിരിഞ്ഞുപോയി. കിളി. ഗ്രൗണ്ടിൽ ബോൾ തട്ടി നിൽക്കുമ്പോഴാണ് അനുവിന്റെ ശബ്ദം കേട്ടത്. അവൻ കളി തുടർന്നു. അവൾ ഗ്രൗണ്ടിന്റെ നടുവിലേക്ക് കയറി വന്നു. അവന്റെ കാലിൽ നിന്ന് ബോൾ കയ്യിലെടുത്ത് അവനെ തുറപ്പിച്ചു നോക്കി. പന്ത് കടി. അവൻ കണ്ണുരുട്ടി. ഓഹോ, മിണ്ടാനറിയായിരുന്നോ? അവൾ അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു. അവൻ അവൾക്ക് നേരെ കൈ നീട്ടി. അവൾ ചുണ്ടുകൂട്ടി എങ്ങോ നോക്കി നിന്നു. പന്ത് മാറിൽ വെച്ച് കെട്ടിപ്പിടിച്ചു. എല്ലാവരും ബോളിനായി വെയിറ്റ് ചെയ്യാണ്. നിനക്ക് എന്താടി വേണ്ടേ? അവന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ അവനെ വിടർന്ന കണ്ണുകളോടെ നോക്കി. അതെ, നമുക്ക് ആ വാഗയുടെ ചോട്ടിലേക്ക് പോവാ. അവൾ കുറുമ്പോടെ ചോദിച്ചു. അവൻ പന്ത് വാങ്ങി പാച്ചുവിന് എറിഞ്ഞു കൊടുത്തു. വേറെ വഴിയിലെന്ന് മനസ്സിലായപ്പോൾ അവനൊരു വാട്ടർ ബോട്ടിലും എടുത്ത് വാഗ ലക്ഷ്യമാക്കി നടന്നു. അവന്റെ പിന്നാലെ ആവേശത്തോടെ അവളും. ഞാൻ എത്ര ദിവസമായിന്നറിയോ ഒന്ന് മിണ്ടാൻ നടക്കുന്നു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. വിഷ്ണു വേറെങ്ങോ നോക്കി. അവന്റെ ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പിനെ അവളൊരു കൗതുകത്തോടെ കൈവച്ച് മുടിച്ചു. വിഷ്ണു അവളുടെ കൈ തട്ടിമാറ്റി. എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറ. എന്നോടൊന്നും പറയാത്തോണ്ടല്ലേ ഞാനിങ്ങനെ ശല്യപ്പെടുത്തുന്നേ. അവൾ ചുണ്ടുകൂട്ടി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. നീ കരുതുന്ന പോലെ റിലേഷനും നീയായിട്ട് എനിക്ക് വേണ്ട, മതിയോ? എടുത്തടിച്ച പോലെ അത് പറഞ്ഞ് വിഷ്ണു തിരിഞ്ഞടന്നു. അനുവിന്റെ കണ്ണൊക്കെ ഇപ്പം നിറയുന്നതായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് തിരിഞ്ഞടക്കുമ്പോൾ വിഷ്ണുവിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ ആ വാഗയുടെ ചുവട്ടിൽ
അവളുടെ കണ്ണുനീർമുത്തുകൾ വീണ് മരിക്കുന്നുണ്ടായിരുന്നു. അന്നു മുതൽ അനു അവനെ കാണാനുള്ള സാഹചര്യങ്ങളെല്ലാം മനഃപൂർവ്വം ഒഴിവാക്കി. അവൾക്കറിയാം എപ്പോൾ എവിടേക്ക് അവൻ ഉണ്ടാവുമെന്ന്. അപ്പുവിനോട് വലിയ മിണ്ടാട്ടമില്ല. അതുകൊണ്ട് അപ്പുവിന് വലിയ സങ്കടമായിരുന്നു. അങ്ങനെ എത്രയോ രാത്രികളും പകലുകളും കാലത്തിന്റെ യവനികക്കുള്ളിൽ മറഞ്ഞുപോയി. വിഷ്ണുവിനെ കാണാതെ അവളുടെ ഉള്ളം വല്ലാതെ നൊന്തുപോയിരുന്നു. സ്വപ്നങ്ങളിൽ വരുന്ന അവന്റെ ചിരി മാത്രമാണ് അവളെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്നത് പോലും. അങ്ങനെ ഒരു ദിവസം അനു വൈകിയാണ് കോളേജിൽ നിന്നും പോകുന്നത്. ആർട്സ് ആയതുകൊണ്ട് കുറച്ച് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. എല്ലാവരോടും പറഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഇരുട്ടായിരുന്നു. അവളുടെ നാട്ടിലേക്കാണെങ്കിൽ വിരലിലെണ്ണാവുന്ന ബസ്സുകളേ ഉള്ളൂ. അനു ആകെ ടെൻഷൻ അടിച്ച് കോളേജിൽ തന്നെ നിന്നു. അച്ഛനെ വിളിക്കാനാണെങ്കിൽ ഫോണിൽ ചാർജും ഇല്ല. വെറുതെ ഒന്ന് ചുറ്റും കണ്ണോടിച്ചപ്പോൾ പാച്ചു നിൽക്കുന്ന കണ്ടു. അവൾ അവൻ്റെ അടുത്തേക്ക് പോയി. അവൻ്റെ കൂടെ വിഷ്ണുവിനെ കണ്ടതും അവൾ തിരിഞ്ഞു കടന്നു. അനു, പാച്ചുവിൻ്റെ ശബ്ദം കേട്ട് അവളോട് നിന്നു. നീ വീട്ടിൽ പോയില്ലേ? പാച്ചു ചോദിച്ചു. അത് പിന്നെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. എനിക്ക് ഫോണും തരാമോ? ഇപ്പൊ ബസ്സില്ല, അച്ഛനെ വിളിക്കാനാ. അനു ചോദിച്ചു. പാച്ചു പോക്കലിൽ നിന്ന് ഫോൺ തപ്പി. പിന്നെ ഒന്ന് കണ്ണിറുക്കി. ഞാനത് ക്ലാസ്സിൽ വെച്ച് മറന്നു. നിൽക്ക് വിഷ്ണു, ഡാ ആ ഫോൺ തന്നെ. പാച്ചു തിരിഞ്ഞു വിളിച്ചു. അനു അവനെ നോക്കിയില്ല. പാച്ചു അവൾക്ക് ഫോൺ കൊടുത്തു. അത് വാങ്ങി നോക്കിയപ്പോൾ അവളെ തല കറങ്ങുമെന്ന് തോന്നി. കണ്ണൊക്കെ നിറഞ്ഞു വരുന്നു. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി തേങ്ങലാവും മുന്നേ അവൾ അച്ഛനെ വിളിച്ച് തിരിഞ്ഞു നടന്നു. പക്ഷെ ആരുടെയോ നെഞ്ചിൽ ചെന്നിടിച്ചു. അവളൊന്ന് തല ഉയർത്തി നോക്കി. അവളെ നോക്കി കള്ളച്ചിരിയോടെ നിൽക്കുന്ന വിഷ്ണു. അവൾക്ക് കരച്ചിലും ദേഷ്യവും വന്നു. അവൾ പോവാൻ നോക്കുമ്പോൾ വിഷ്ണു അവളെ വഴി തടഞ്ഞു. നിനക്ക് നിന്റെ കിളിയെ വേണ്ടതായോ? അവന്റെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞില്ല. അവൻ അവളുടെ കൈ പിടിച്ചു. അവൾ എതിർത്തില്ല. വാഗപ്പൂ വീണ മരച്ചുവട്ടിലിരിക്കുമ്പോൾ അനുവിന് തോന്നിയ വികാരം എന്തായിരുന്നു? വാഗ പോലെ എന്നിൽ പൂക്കുമെന്ന് പറഞ്ഞിട്ടും ഇവിടെ വസന്തമായപ്പോൾ എന്തേ പൂത്തില്ല? അവന്റെ ചോദ്യം കേട്ട് അവൾ അവനെ കണ്ണുയർത്തി നോക്കി. അതിലുണ്ടായിരുന്നു അവളുടെ പരിഭവം മുഴുവൻ. എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ? അവൾ ചുണ്ടുകൂർപ്പിച്ചു. നീ എന്ന കിളിയെന്ന് പറഞ്ഞതിനെ നോക്കിയപ്പോൾ തന്നെ എവിടെയോ നീ കയറിക്കൂടിയിരുന്നു. നിന്റെ കുറുമ്പും കുസൃതിയും മിണ്ടാ നിന്ന് ആസ്വദിക്കുമ്പോൾ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖം. നീ അതിൽ പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. നിന്റെ കിളി എന്നുള്ള ശബ്ദം കേൾക്കാൻ ആഗ്രഹം തോന്നും എപ്പോഴും. വെറുതെ നിന്നെ കണ്ടു നടന്നു പോകും. അപ്പോഴേക്കും നിന്റെ കണ്ണ് നിറഞ്ഞിടയ്ക്ക് കണ്ടിട്ടുണ്ട്. എന്തോ മനസ്സിലൊരു നോവുണ്ടെങ്കിലും അതിലേറെ സന്തോഷമാണ് എന്നെ സ്നേഹിക്കാനും ഓർക്കാനും ഒരാളുണ്ട് എന്ന്. എനിക്കൊരു വീടൊന്നുമില്ല, ഒരു അനാഥാലയത്തിലായിരുന്നു. ഇപ്പോൾ പാർട്ടൈം ജോലിയൊന്നും കളിക്കുന്നതുമായിട്ട് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുന്നത്. ഞാനും പാച്ചും പിന്നെ ഒന്ന് രണ്ടുപേരും ഒരു വീട് താമസിക്കുക. ആദ്യമൊന്നും അടുക്കാൻ തോന്നിയില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നീ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുവനെ കണ്ണു നിറച്ച് നോക്കി. എന്തിനാ മുടി വെട്ടിയേ? അവളുടെ ചോദ്യം കേട്ട് അവന് ചിരി വന്നു. പോടി ലൂസ്, ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എനിക്ക് ഇതാണോ ചോദിക്കാൻ തോന്നി? വിഷ്ണു അവളുടെ തലക്കിട്ടൊന്ന് മേടി. എന്നെ ഒന്നുകൂടി കിളിയെന്നൊന്ന് വിളിക്കാവോ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കിളി? കണ്ണിറുക്കി കൊഞ്ചലോടെ അവൾ വിളിച്ചു. എന്തോ? അതും പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു. നീയാണ് എന്നിൽ വസന്തം തീർത്തത്. ഇനി അത് കൊഴിയാതെ എല്ലാ വേനലിലും എൻ്റെ കൊമ്പിൽ പുനർജനിക്കും. അവൻ്റെ ഹൃദയം മന്ത്രിച്ചു. അച്ഛൻ്റെ ശബ്ദം കേട്ടു. അവളുടെ കണ്ണിൽ നിറ്റ് വീണ കണ്ണീർ ആ വാഗയുടെ ചുവട്ടിൽ വീണ് കരിഞ്ഞുപോയി. കാലചക്രത്തിൽ എവിടെയോ മറഞ്ഞുപോയ ഒരു പ്രണയകാലം. പക്ഷേ അതിനായുസ് വെറും ആഴ്ചകൾ മാത്രമായിരുന്നു. അല്ലെങ്കിലും ദൈവം ഇടക്ക് അങ്ങനെയാണ്. എന്തൊരു വികൃതിയാണത്. അവൻ്റെ ജീവനൊരു ആക്സിഡന്റിൽ എടുക്കുമ്പോൾ മരിച്ചുപോയത് 2 പേരായിരുന്നു. പക്ഷേ അവളിൽ നിന്നും അവൻ ജീവിക്കുന്നുണ്ട്. അവൾ ഇന്നും പ്രണയത്തിലാണ്. കാരണം അവൻ്റെ ആത്മാവ് കുടിയേറിയത് അവളിലാണ്. അച്ഛൻ്റെ കൂടെ കോളേജിൻ്റെ മുറ്റത്തു നിന്നും പടിയിറങ്ങുമ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ കിളി അവൾക്ക് കൈവീശി കാണിച്ചു. എന്തൊരു സുഖമാണത്! വേദന കലർന്ന നോവിൻ്റെ ഒരു തരം സുഖം.